പറയുന്നത് കേൾക്കാം. ഒന്ന് പറയാനില്ലേ, എങ്ങനെയുണ്ടായിരുന്നു എക്സ്പീരിയൻസ്, അപ്ഡേറ്റ് എക്സ്പീരിയൻസ്? എല്ലാവരും ഒരു കൂട്ടായിട്ടുള്ള നല്ലൊരു കുഴപ്പമാണ്. എല്ലാവർക്കും നല്ല രീതിയിൽ ഇഷ്ടപ്പെടുന്നൊരു വിശ്വസിക്കുന്നു. നല്ലൊരു മൂവി തന്നെയായിരിക്കും. ഉറപ്പായിട്ടും എല്ലാവരും പിള്ളേരായിരിക്കും 100%. സോ ബാക്കി കാസ്റ്റ് മെമ്പേഴ്സ്, ഗ്രൂപ്പ് മെമ്പേഴ്സ് നിങ്ങളുടെ എക്സ്പീരിയൻസ് ഒന്ന് ഷെയർ ചെയ്യുന്നത് റിക്വസ്റ്റ് ചെയ്യാണ്. Okay, thanks for staying. നമ്മള് കാണാൻ വേണ്ടി ഇത് നമ്മള് കൂട്ടുകാരെല്ലാവരും കൂടെ ഒരുമിച്ച് ഉണ്ടാക്കിയൊരു പടമാണ്. മഞ്ഞുമൽ എന്ന് പറയുന്ന സ്ഥലത്ത് കുറച്ച് കൂട്ടുകാർ ഒരുമിച്ച് കൊടൈക്കനാലിൽ പോയി അവിടെ ഉണ്ടായ കുറച്ച് കാര്യങ്ങളെ കുറിച്ചുള്ള സിനിമയാണ്. അപ്പോൾ we all had a great time doing the film. ഇത് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമ്മളെല്ലാവരും പരിചയമുള്ള ആൾക്കാരും വളരെ അടുപ്പമുള്ള സുഹൃത്തുക്കളായതുകൊണ്ട് വളരെ പേഴ്സണൽ ആയിരുന്നു പടം. അപ്പോൾ ഐ ആം ഷുവർ അത് നിങ്ങൾ തിയേറ്ററിൽ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും, ഫീൽ ഇറ്റ്. അപ്പോൾ ഐ ഹോപ്പ് നിങ്ങളെല്ലാവരും സിനിമ കാണാൻ വരും, നമ്മളെല്ലാവരും സപ്പോർട്ട് ചെയ്യുന്നു. സോ താങ്ക് യു സോ മച്ച് ഫോർ വെയിറ്റിംഗ് ഫോർ us. താങ്ക് യു. എല്ലാവർക്കും നമസ്കാരം. സന്തോഷമുണ്ട് കാരണം ഇത്രയും വലിയ സിനിമയുടെ ഭാഗമാകാൻ പറ്റിയത്. ഉറപ്പായിട്ട് എല്ലാവരും തിയേറ്ററിൽ തന്നെ പോയിട്ട് കാണുമെന്ന് വിശ്വസിക്കുന്നു. കാണല്ലേ ഇല്ലേ? അപ്പൊ എല്ലാവരും തിയേറ്ററിൽ തന്നെ പോയിട്ട് കാണാം. ഒരു തിയേറ്റർ എക്സ്പീരിയൻസ് ആയിട്ടുള്ള സിനിമയാണ്. ഒരുപാട് നല്ല ടെക്നീഷ്യൻസും നല്ല ആർട്ടിസ്റ്റുകളും ഒക്കെ വർക്ക് ചെയ്യുന്ന സിനിമയാണ്. ഉറപ്പായിട്ടും നമ്മളെ തന്നെ നോക്കി പറയുന്നല്ലേ ഇപ്പോൾ അല്ലേ? അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന സിനിമ തന്നെയായിരിക്കും. ഉറപ്പായിട്ട് തിയേറ്ററിൽ തന്നെ പോയിട്ട് കാണാം. താങ്ക് യു. അടുത്ത കേരളത്തിൽ സന്തോഷമുണ്ട്. ജാനുവരി പോലെ തന്നെ ജീവിതത്തിൽ രണ്ടാമത്തെ സിനിമ ആദ്യത്തെ ജാനുവരിയാണ്. അപ്പം ജാനുവരി നമ്മളൊരു പറ്റം സുഹൃത്തുക്കളും കൂടെ ചെയ്തൊരു സിനിമയാണ്. അതേപോലെ തന്നെയാണ് മഞ്ഞുമൽ ബസ്. ഒരുപാട് സുഹൃത്തുക്കളുണ്ട്. വളരെയധികം സന്തോഷമുണ്ട് അങ്ങനെ വർക്ക് ചെയ്യാൻ സാധിച്ചത്. ഒരുപാട് മോഡൽ ക്ലാസ് അതിൻ്റെ ക്രൂ നമ്മൾ ഏതൊരാളും വർക്ക് ചെയ്യാൻ ആഗ്രഹിക്കുന്നത് സോ പ്ലസ് മഞ്ഞുമൽ ബോയ്സ് തിയേറ്ററിൽ പോയി കണ്ട ഇമോഷണൽ റോളർ കോസ്റ്റർ ആയിരിക്കും ഈ സിനിമ. നമസ്കാരം. താങ്ക് യു. ഹായ്, എല്ലാവർക്കും നമസ്കാരം. പടം അവസാനം ഒരു തിയേറ്റർ ഫിലിമായിട്ട് ഡിസൈൻ ചെയ്യുന്നത് നടന്നൊരു ടൂറിസം ഏകദേശം സിനിമയാണ്. പടലാണ് സപ്പോർട്ട് ചെയ്യാൻ പറയുന്നത്. I love you very much. വിഷ്ണു. ഹലോ, എൻ്റെ പേര് വിഷ്ണു. ഞാൻ കുറച്ച് സിനിമകളൊക്കെ ചെയ്തിട്ടുണ്ട്. ഞാൻ ഇതുവരെ പല പടത്തിന് പ്രൊമോഷൻ ഇവിടെ ഇവിടെ വന്നതിന് ഇവിടെ ഭയങ്കര പ്രവർത്തനം. അതുപോലെ തന്നെ ഈ പടത്തിന് ഭാഗമാവുന്ന പ്രവർത്തിക്കണം. അപ്പം എല്ലാവർക്കും നല്ലൊരു എക്സ്പീരിയൻസ് ആയിരിക്കും പടം. അപ്പം എല്ലാവർക്കും തിയേറ്ററിൽ പോയി കാണാനുള്ള സപ്പോർട്ട് ചെയ്യണം. ഇതാണ് മഷർ ഹംസ, കോസ്റ്റ്യൂം ഡിസൈനർ. സോ മഞ്ഞുമൽ ബോയ്സ്, നിങ്ങളെല്ലാവരും ഫ്രണ്ട്ഷിപ്പൊക്കെ ആയിട്ട് കുറെ സ്ഥലത്ത് ടൂറ് പോകുന്ന ആൾക്കാരാണല്ലോ. സോ ഇതൊരു ഫ്രണ്ട്ഷിപ്പിന്റെ കഥയാണ്. സോ ഈ സിനിമ എന്ന് പറഞ്ഞാൽ ഫ്രണ്ട്ഷിപ്പിന്റെ ഭയങ്കരമായിട്ടുള്ള തലങ്ങളെ കുറിച്ച് പറയുന്ന പടമാണ് ഇത്. ടു ബി ഓണസ്റ്റ്ലി എനിക്കൊക്കെ ഭയങ്കര എന്താ പറയാ, ഞാൻ ഇതുവരെ വർക്ക് ചെയ്ത പടത്തില് ഒരു ഭയങ്കരമായ സിനിമയായിട്ടാണ് ഞാൻ മഞ്ഞുമൽ ബോയ്സിനെ കണ്ടത്. അപ്പൊ നിങ്ങൾ എല്ലാവരും സിനിമ കാണും.
താങ്ക് യു. ഒരുപാട് സന്തോഷമുണ്ട് ഈ പടത്തിന്റെ ഭാഗമാകാൻ പറ്റിയതിൽ, അതിന്റെ ഭാഗമായിട്ട് ഇവിടെ വരാൻ പറ്റിയതിൽ, ഇവിടെ നിൽക്കാൻ പറ്റിയതിലൊക്കെ. എനിക്ക് ജനറലി ചമ്മലാണ് ഓർഡർ എഴുതിയിട്ടുണ്ട്. പടത്തിനെ പറ്റി പറയാനുള്ള വഴിയുള്ളത് പടം നല്ല രസമാണ്. എൻ്റെ വർക്ക് എക്സ്പീരിയൻസ് വളരെ ബ്യൂട്ടിഫുൾ ആയിരുന്നു. എല്ലാവരും തന്നെ എൻ്റെ സുഹൃത്തുക്കളാണ്. അല്ലാത്ത കുറച്ച് പേരുണ്ടെങ്കിൽ ഈ പടം കഴിഞ്ഞപ്പോൾ ആയി. അതാണ് അതിൻ്റെ അവസ്ഥ. നിങ്ങളെല്ലാവരും പടം കാണാം. എൻജോയ്. താങ്ക് യു. ചന്തുവിനെ എല്ലാവർക്കും പരിചയമുണ്ട്. നമ്മുടെ സലീംകുമാറിന്റെ മകനാണ് ചന്തു. കഥാപാത്രം ചെയ്തിട്ടുണ്ട്. നമസ്കാരം. എല്ലാവരും വലിയ ബോയ്സ് തിയേറ്ററിൽ പോയി കാണണം. എല്ലാവരോടും നന്ദി. സിനിമ കാണാൻ പോകുന്നവരോട് നന്ദി. കാണാതിരിക്കുന്നവരോട് ഇല്ലാതൊന്നുമില്ല. കാലിബ്രഹ്മാൻ ഡയറക്ടറാണ്. എല്ലാവർക്കും നമസ്കാരം. എന്നെ സംബന്ധിച്ചിടത്തോളം വളരെ വ്യത്യസ്തമായിട്ടൊരു സിനിമ എക്സ്പീരിയൻസ് ആയിരുന്നു നമ്മൾ ബോയ്സ് എന്ന് പറയുന്നത്. ആർട്ടിസ്റ്റായിട്ട് വർക്ക് ചെയ്യുന്നത് വളരെ ആദ്യമായിട്ടാണ്. വളരെ എൻജോയ് ചെയ്ത സിനിമയാണ്. തീർച്ചയായിട്ടും തിയേറ്ററിൽ നിങ്ങൾക്കും ആ എൻജോയ്മെന്റ് കിട്ടുമെന്ന് തന്നെയാണ് ഞങ്ങൾ എല്ലാവരുടെയും പ്രതീക്ഷ. ഉറപ്പായിട്ടും തിയേറ്ററിൽ സിനിമ കാണുക, അഭിപ്രായങ്ങൾ അറിയിക്കാൻ. വിവേക് ദർശൻ എഡിറ്റിംഗ് ഫിലിമിലും. നമസ്കാരം. നമസ്കാരം. ഞാൻ ഇന്റർവ്യൂ കൊടുത്ത് പറഞ്ഞ പോലെ തന്നെ ഞാൻ ഇപ്പോഴും പറയാണ്, ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആണ് ഈ പടം ചെയ്തത്. അപ്പം ആ എക്സൈറ്റ്മെന്റ് എന്തായാലും എന്നും ഉണ്ടാവും. അതായത് എനിക്ക് കുമ്പളങ്ങി നൈറ്റ്സ് ആണ് എൻ്റെ ഏറ്റവും ഫേവറേറ്റ് പടം ഞാൻ ചെയ്യുന്നത്. അത് കഴിഞ്ഞാൽ ഉറപ്പായിട്ടും മഞ്ഞുമൽ ബോയ്സ് ആയിരിക്കും. അപ്പം എല്ലാവരും പറഞ്ഞ പോലെ തന്നെ എല്ലാവരും തിയേറ്ററിൽ പോയി കാണാം. ഇറ്റ്സ് എ തിയേറ്റർ വാച്ച്. OTT വെയിറ്റ് ചെയ്യരുത്. കാരണം തിയേറ്ററിൽ നിങ്ങൾ ഇത് പോകും. അതെനിക്ക് പറയാനുള്ളത്. താങ്ക് യു. നമ്മുടെ മഞ്ഞുമൽ ബോയ്സിന് ഒരു സോങ് പാടിയിട്ടുണ്ട്. വേറെ ചെയ്തുകൊണ്ട് സോങ് പാടിയിട്ടുണ്ട്.